ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനം പൊതുവിൽ കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളുമെല്ലാം ചർച്ചയാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊരു ചർച്ചയിൽ നിന്നും ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യവും സമഗ്രമായി ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാൻ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഇവിടെ ഈ മണ്ഡലത്തിൽ ഇവർ പറയുന്നുണ്ടല്ലോ, ആര്യാടനാണ് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്, അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല എന്നാണ് UDF പ്രതിനിധി ഇപ്പോൾ പറയുന്നത്. ഈ മണ്ഡലത്തിൽ 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ മാത്രം 1535 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് UDF അൻവറിൻ്റെ പാർട്ടിയുടെയോ പ്രതിനിധിക്ക് ഇവിടെ പറയാൻ വേണ്ടി കഴിയുമോ? 1535. നമ്മുടെ ലൈഫ് പദ്ധതി നമ്മുടെ ലോകത്തിനാകെ അഭിമാനമായിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുത്തു കളയുമെന്നൊക്കെ പറഞ്ഞ കോൺഗ്രസിൻ്റെയും UDF നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലൈഫിൻ്റെ ഭാഗമായിട്ട് വീടില്ലാത്ത 6 ലക്ഷം ആളുകൾക്കാണ് വീട് കൊടുത്തത്. ആ 6 ലക്ഷം കൊടുത്തതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഒരു പഞ്ചായത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിലാണ്. ആ പഞ്ചായത്തിൻ്റെ പേര് അമരമ്പലം പഞ്ചായത്ത് എന്നാണ്. അവിടെ ഹുസൈൻ ആണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ 1000 വീട് കൊടുത്ത പഞ്ചായത്ത് ഉൾപ്പെടെ അത് ആരുടെ നേട്ടമാണ്? ആര്യാടൻ്റെ നേട്ടമാണോ അതോ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് നേട്ടമാണോ എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ വിലയിരുത്തട്ടെ. ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ചയിൽ വന്ന് അടിയുണ്ടാക്കി പരസ്പരം തർക്കിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയാം, റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ഈ മണ്ഡലത്തിൽ 291 കോടി രൂപ ഇവർ മലയോര ഹൈവേ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരാണ്. VD സതീശൻ്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും മറ്റേ തുരങ്കപാതയും ഒന്നും UDF വിടില്ല എന്നായിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി 82 കോടി ഇല്ല എന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി 48 കോടി. അതുപോലെ തന്നെ ആദിവാസി ഊരുകളിൽ സമ്പൂർണ്ണ വൈദ്യുതി ഇന്നിപ്പം 4 കോടിയാണ് ഇവിടെ ചെലവഴിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയുമോ? അറിയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് പവർ കട്ടില്ലാത്ത ഒരു നാടായി കേരളം മാറി. സമ്പൂർണ്ണ വൈദ്യുതി കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം നടപ്പാക്കിയിട്ടുണ്ടോ? ഈ കേരളത്തിൽ നടപ്പാക്കി. അതെല്ലാം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടി കഴിയും. 600 കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് 600 കാര്യങ്ങളിൽ കൂടുതൽ ചെയ്ത് വീണ്ടും ഗവൺമെന്റ് ഞങ്ങളെ അധികാരമേൽപ്പിച്ചിരിക്കുന്നു. 900 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക വികസനങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാനത്തെമ്പാടും നടപ്പാക്കിയ വികസനങ്ങൾക്കുള്ള വോട്ടായിരിക്കും നിലമ്പൂരിൽ ലഭിക്കുക. തീർച്ചയായിട്ടും നിലമ്പൂർ ഒരു ചൂണ്ടുപലകയാണ്. കേരളത്തിന് വീണ്ടും കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളാകെ ഇടതുപക്ഷത്തെ വീണ്ടും ആഗ്രഹിക്കുകയാണ്.